എനിക്ക് ക്ലാസ് കഴിഞ്ഞോ? ഇങ്ങനെ ഡെയിലി ഉറക്കിക്കോളാൻ നല്ല നേഴ്ച നടന്നിട്ടുണ്ടെന്നാ തോന്നുന്നു. കേട്ടാത്തൊന്നും ബാക്കിയുള്ള ക്ലാസ്സിലൊന്നും നീ ഉറങ്ങാറേ ഇല്ല. വേഗം വാ, ജതിനേട്ടൻ എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. അതാരാ? അവളുടെ ഒരു കോമഡിയോ? വാ ഇങ്ങട്, ഞാൻ ജാനുവിനോടെ പോവാ. ഏത് ജാനു? നിന്റെ കുഞ്ഞമ്മ ജാനു. ഒന്ന് വാ ഇങ്ങട്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? ഓ ഇവള് ഇതാ ആ വരുന്ന ജാനു, നമ്മുടെ ജാനു. നീ അവളെയാണോ നമ്മുടെ ജാനു എന്ന് പറഞ്ഞേ? വേറെ ഏതൊക്കെ ജാനുവിനെ നിനക്കറിയാം? ഡീ, നിനക്ക് ഉറക്കച്ചടവ് മാറിയില്ലേ? ഒന്ന് മാറങ്ങട്. ഹേയ് ജാനു. ആരുടെ നിന്റെ ജാനു? സോറി ജാനവി, ഞങ്ങള് വേറൊരാളെ വിളിച്ചതാ. അവളെന്താടി പെട്ടെന്ന് ഇങ്ങനെ? അവൾ എപ്പോഴും അങ്ങനെ തരാം. നീ എന്താ ഇങ്ങനെ പറ? നീ എന്ത് ധൈര്യത്തിൽ അവളെ ജാനു വിളിച്ചേ? അവളെന്റെ ഏട്ടത്തിയമ്മ പ്ലസ് നാത്തൂനല്ലേ? നീ കൊച്ചെ, നിന്റെ ഫുൾ കിഴി പോയോ? ദേ സാറ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാനൊന്നും ഉറങ്ങി എണീറ്റപ്പോഴേക്ക് നിങ്ങൾക്കൊക്കെ പ്രാന്തായോ? അത് ശരി, ഞങ്ങൾക്കല്ല, ഉറക്കം കഴിഞ്ഞപ്പോ നിനക്കാ പ്രാന്തായ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരാളെ തല്ലും കൊല്ലും പറഞ്ഞവള് ക്ലാസ് കഴിഞ്ഞപ്പോ അവളെ ജാനുന്ന് വിളിക്കുന്നു. അതും പോരായിട്ട് അവളെ ഏട്ടത്തിയമ്മയെ നാത്തൂറാക്കി. സത്യം പറ, നീ വല്ല കഞ്ചാവും വലിച്ച പോടി. അപ്പൊ ഞാനും ജാനു മിണ്ടിയില്ലേ? എന്റെ പൊന്നു മോളെ, ലോകത്ത് മൊത്തം 7 മഹാത്ഭുതങ്ങളേ ഉള്ളൂ. 8ാമതായി ജാനു ആർച്ച കൂട്ടുകെട്ട് ഉടലെടുത്ത അന്ന് കാക്ക മലർന്നു പാർക്കും. എന്നുവച്ചാ അപ്പൊ സംഭവിച്ചതൊക്കെയോ? എന്റെ പൊന്നു വെച്ച നീ എന്താ സ്വപ്നം കണ്ടതാ? പഠിക്കേണ്ട സമയത്ത് കിടന്നുറങ്ങിയാറും മണ്ടത്തര സ്വപ്നം കണ്ടോളൂ. അയ്യോ സത്യം പറയാലോ, ഒടുക്കത്തെ ഒറിജിനാലിറ്റി ആയിരുന്നു സ്വപ്നത്തിന്. എന്തുവാ നീ കണ്ടേ? വേഗം പറയാം, ഇല്ലെങ്കിൽ മറന്നുപോകും. വാ, അല്ല കഫേയിലും പോവാം. എനിക്ക് പപ്സും വിളയും. സ്വപ്നത്തിലും നമ്മളൊരു ടീം, അവരൊരു ടീം, നമ്മൾ എനിമീസ്. സ്വാഭാവികം. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്റെ തുണ്ട് അവളുടെ ചേട്ടൻ അയച്ചു കൊടുക്കുന്നു. തുണ്ടോ? നീ എന്തിനാ ഇങ്ങനെ മച്ചാക്കുന്നേ? നീ തുണ്ടെന്ന് ഉദ്ദേശിച്ചത് എന്താ? അതന്നെ എന്റെ ഹോട്ട് പിക്ക്. ഹോട്ടോ? ഞാൻ സ്ലീവ്ലെസ് ടോപ്പ് മുട്ടിന്റെ മേലെയുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിനാണോ നീ തുണ്ടെന്ന് പറഞ്ഞേ? അതിനല്ലേ തുണ്ടെന്ന് പറയാ. ഇത് പൊട്ടി ഒന്നുമില്ല, അതറിയാനുള്ള പ്രായം നിനക്കായില്ല. എനിക്കായി. ഞാൻ ഒരിക്കൽ റോഷൻ നമ്മുടെ ക്ലാസ്സിലെ ആഷിഖിനോട് ചോദിക്കുന്നത് കേട്ടതാ, ബുർജ് ഖലീഫയുടെ തുണ്ടുണ്ടോന്ന്. ഓ മൈ ഗോഡ്, മിയ ഖലീഫ. ബാക്കി പറയട്ടെ. എന്നിട്ട് ഞാൻ ആ പിക്ക് നടക്കാന്ന് കരുതി നമ്പർ മാറി അവളുടെ ചേട്ടൻ അയച്ചു. അതിന് അവൾക്ക് ചേട്ടനുണ്ടോ? സ്വപ്നത്തിലുണ്ടായിരുന്നു. എന്നിട്ട് അവിടെയാണ് ട്വിസ്റ്റ്. അവൾക്ക് ചേട്ടനെങ്കിലേ അതല്ല, അയാളൊരു മാഫിയാണ്. ബെസ്റ്റ്, നല്ല ഫ്രഷ് സ്വപ്നം. ട്വിസ്റ്റ് അവിടെ കൊണ്ട് തീർന്നില്ല. അയാള് നിന്നെ കിഡ്നാപ്പ് ചെയ്തു, അതല്ലേ? അയ്യേ അതൊന്നുമല്ല. എന്നെ കിഡ്നാപ്പ് ചെയ്തിട്ട് അയാൾക്ക് എന്ത് മാങ്ങാത്തോലി കിട്ടാനാ? മനുഷ്യനാണോ ഏലിയനാണോ എന്ന് പോലും മനസ്സിലാവാത്ത അപ്പട്ടം വെച്ച കുറച്ച് പെയിന്റിങ്സോ? അതും ശരിയാണ്. ട്വിസ്റ്റ് അതല്ല, അവളുടെ ഏട്ടനും എന്റെ അപ്പേട്ടനും ഗേ കപ്പിൾസ് ആണോ? അവര് ബെസ്റ്റ് ഫ്രണ്ട്സാ. ഓ, ഞാൻ കുറച്ച് കാട് കയറി ചിന്തിച്ചു പോയി. ഇനിയൊരു ടെസ്റ്റ് കൂടെ ഉണ്ട്. അപ്പൊ അവര് ശരിക്കും കപ്പിൾസ് ആണ്. ഇടേ നിനക്ക് എന്താടി? സോറി ബ്രോ, ഐ എം എ ബിയർ ലവർ. ടെസ്റ്റ് അതൊന്നുമല്ല, എന്റെ ഏട്ടനും മാഫിയാണ്. ഏത് അപ്പേട്ടനോ? അല്ലാണ്ട് എനിക്ക് വേറെ വല്ല ഏട്ടന്മാരും ഉണ്ടോ? അതല്ല, എന്നാലും അപ്പേട്ടൻ. ഈ ടെസ്റ്റിൽ നീ ഞെട്ടിയില്ലേ? എങ്ങനെ ഞെട്ടാണ്ടിരിക്കും? അടിയെന്ന് എഴുതി കാണിച്ച ഓടുന്നത് നിന്റെ അപ്പേട്ടൻ മാഫിയ. പാവടി, സ്വപ്നത്തിലെങ്കിലും മാസായിരുന്നോട്ടെ. നമുക്കെല്ലാം അറിയും മണ്ടനാണെന്ന്. എന്നിട്ട് പിന്നെ ഞാനും അവളുടെ ഏട്ടനും കപ്പിൾസായി, അപ്പേട്ടനും ജാനുവും കപ്പിൾസായി. അപ്പേട്ടനും ജാനോ? നീ ജീവിച്ചിരിക്കുമ്പോഴോ? സ്വപ്നത്തിൽ ഞാൻ സമ്മതിച്ചു പോയി. അല്ലാണ്ട് ജീവിതത്തിൽ നീ ചത്താലും ജാനുവിനോടും ഉണ്ടോ? സ്വപ്നത്തിൽ അവളാ സീനിയർ ചേച്ചിമാരോട് എനിക്ക് വേണ്ടി പോയി ചൂടായടി. അവള് സ്നേഹമുള്ളവളാടി. പൊട്ടി, അത് സ്വപ്നത്തിലായോടാ. റിയൽ എങ്ങാനായിരുന്നേ അവളാ ചേച്ചിമാർക്ക് പൈസ കൊടുത്ത് നിന്നെ തല്ലിച്ചാനെ. അതൊരു തുണി കൊടുക്കാത്ത സത്യം. എന്നിട്ട് പിന്നെന്തുണ്ടായി? എന്നിട്ട് അങ്ങേരുടെ പുറകെ കുറെ നടന്ന് കഷ്ടപ്പെട്ട അയാളെ വലയിലാക്കി ഞങ്ങൾ തമ്മിൽ. ശരിക്കും? പിന്നെ മനുവേട്ടൻ വന്നു. പുള്ളിയോടെ കുക്കാടി. പിന്നെ ലൈറ്റർ കൊണ്ട് സ്റ്റൗ എത്തിക്കാൻ അറിയാത്ത മനുവേട്ടൻ. എന്നിട്ട് ഞങ്ങൾ കപ്പിൾസ്. ജാനു അപ്പേട്ടനും കപ്പിൾസ്, മനുവേട്ടനും അനുചേച്ചിയും കപ്പിൾസ്. എന്താ? ഒരു കാര്യം വിട്ടുപോയി. എന്തുവാ? നീയും റോഷനും കപ്പിൾസാ? നിങ്ങൾ ഞങ്ങളറിയാതെ
അഗാധമായ പ്രണയത്തിലായിരുന്നു. കർത്താവേ, ഇവളതെങ്ങനെ അറിഞ്ഞു? എന്താടി? ഏയ്, ഞാൻ ആദ്യം പറഞ്ഞില്ല ഇതൊരു സ്വപ്നാണെന്ന്. ഹാ, എനിക്കിപ്പോഴാ വിശ്വാസമായ. ഓ, ഇതൊക്കെ നിന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തൊരു മനസ്സമാധാനം. എന്റെ എല്ലാ മനസ്സമാധാനവും പോയി. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഞാനൊരു മാഫിയാണെന്നാണോ? യെസ്, സ്വപ്നത്തിൽ. ഞാൻ അതൊന്നും അല്ല ആലോചിക്കുന്നത്. നീ എന്നും രാവിലെ കെട്ടി ഒരുങ്ങി പോകുന്നത് ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങാനാണോ? അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നീ ചെന്ന് പഠിക്ക്, എനിക്കൊരു പെയിന്റിംഗ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതെ, ഈ ജാനുവിനെ കാണാൻ അടിപൊളിയാട്ടോ. ഓ വേണ്ട. അനു ചേച്ചി, മനോട്ടിനൊന്ന് സൂക്ഷിച്ചു. ഇനി ശരിക്കും കുക്കാണെങ്കിലോ? ഒന്നുകൂടി. പഠിക്കേണ്ട സമയത്ത് അവള് ക്ലാസ്സിൽ കിടന്നുറങ്ങി ഓരോ തലയും വാലില്ലാത്ത സ്വപ്നം കണ്ടോളൂ. ഒന്നില്ലെങ്കിലും പൂത്തുപോലായില്ലേ. ഈശ്വര, മനോട്ടൻ ശരിക്കും കുക്കായിരിക്കണേ. പിന്നെ കുക്കേ ഈശ്വര, ഇനി എങ്ങാനും. നീ എന്തിനാടി അതിനെ പ്രാന്താക്കുന്നത്? ഇതൊക്കെ ഒരു ഫണ്ണല്ലേ ഏട്ടാ? ഹലോ, നിങ്ങളെവിടെയോ? അനു, ഞാൻ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോവാ, പിന്നെ വിളിക്കാം. അടുക്കളയിലായിരിക്കും. വാട്ട്? അടുക്കള? ഓ, നിങ്ങൾക്കത് എന്താന്ന് പോലും അറിയത്തില്ല. അനു, വാട്ട്സ് റോങ് വിത്ത് യു? സത്യം പറ, നിങ്ങൾക്ക് അവിടെ എന്താ പണി? നീ ഒന്ന് വെച്ചിട്ട് പോക്കെ. നിങ്ങൾ അവിടുത്തെ കുക്കല്ലേ? ആ, നിന്റെ തന്ന രാജശേഖരൻ. ഓക്കെ ഏട്ടാ, ബൈ, ഐ ലവ് യു. വെച്ചിട്ട് പോടി. ഓ, ചെവി അടിച്ചു. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ സ്വപ്നാണെന്ന്? സില്ലി ഗേൾ. ഒന്ന് പോടി, ഇത് കോയിൻസിഡൻസാ. എന്നാലും എനിക്കെന്തോ പേടി. അവളുമാർ രണ്ടും നമ്മളെ ചോര കയറ്റും. നീ പോസിറ്റീവായി ചിന്തിക്ക്. നമുക്ക് ബ്രേക്കപ്പ് ആയാലോ? പോസിറ്റീവായി ചിന്തിക്കാൻ പറഞ്ഞപ്പോ തേക്കാൻ നോക്കുന്നു. സോറി, പെട്ടവർ ആവശ്യത്തിൽ പറഞ്ഞതാ. Don't repeat this, sir. നീ പേടിച്ചു പോയോ? പേടിച്ചോമോ? ഞാനങ്ങ് ഇല്ലാണ്ടായി. ബൈ ദ വേ, ജാനുവിന് ശരിക്കും ഏട്ടനുണ്ടോ? എന്നോട് വീട്ടിലെ കാര്യമൊന്നും പറയാറില്ല. അവളും വീട്ടുകാരായിട്ട് ഉടക്കാന്നറിയാം. എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് ആർച്ച അവളുടെ ഏട്ടനെ കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിക്കും. വഴിയെ പോണ വള്ളിയൊക്കെ കൈകാട്ടി വിളിച്ച് സ്വന്തം തലയിലാക്കുന്ന സ്വഭാവം. നീ സൂക്ഷിച്ചോ. അപ്പൊ ശരി, പറഞ്ഞത് മറക്കണ്ട. നാളെ തൊട്ട് കോളേജിൽ നിന്ന് വലിയ മിണ്ടലൊന്നും വേണ്ട. ഓ, ആ ഉണ്ണിയാർച്ച ഉള്ള കഞ്ഞിപൊടിയും കൂടെ മുട്ടിച്ചല്ലോ. അനുചേച്ചി, ഞാൻ ഇറങ്ങുവാ. ഗുഡ് മോർണിംഗ്. യു ബ്ലഡി. നീ എന്റെ ഏട്ടന്റെ കൂടെ നടന്ന അവനെ കൊല്ലാൻ നോക്കലടാ പട്ടി. പട്ടിന്നോ? ഡി കുരിപ്പേ. വീട്ടിലടാ ഞാൻ നിന്നെ. നീ എന്റെ ജതിനേട്ടനെ കൊല്ലാൻ നോക്കല്ലേ? ജതിനോ? ആരാണവൻ? ഏതാണവൻ? എന്താ ഇവിടെ? നിന്റെ പെങ്ങൾക്ക് പ്രാന്തായിട്ട് ഞങ്ങളൊന്നും അറിയിച്ചില്ലല്ലോ. പിന്നെ ഇത് കല്യാണം വല്ലതാണോ? വീട് കയറി പറയാ. ഏട്ടാ, മോളെ കൂൾ ഡൗൺ. ഇവൾക്ക് എന്താടാ? വാട്ട് കോക്കനട്ട് ഈസ് ദിസ് ഗേൾ ടോക്കിംഗ്? മിസ്റ്റർ രൂപേഷ് പി. എന്താ മോളെ? കില്ലും ഞാൻ തന്നെ, നോക്കിക്കോ. എന്തിന്? നീ മിണ്ടാതിരിക്കേ. ഏട്ടാ, ഞാൻ പോവാ. ഇവന്റെ മേലൊരു കണ്ണു വെച്ചോ. ഞാൻ എന്റെ 2 കണ്ണും വെച്ചാളാം. നീ ഒന്ന് ചെല്ല്. എന്താടാ അവൾക്ക് പറ്റിയേ? ജസ്റ്റ് ഒരു സ്വപ്നം കണ്ടതാ. ആഹാ, എന്നിട്ട് എങ്ങനെയുണ്ട് സ്വപ്നം? ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് നല്ല ലാഗായിരുന്നു. ഓ, ഐ സീ. പൊട്ടൻ കടാപ്പ, ഇത് സിനിമയല്ല റിവ്യൂ പറയാൻ. സ്വപ്നാണ്, സ്വപ്നം. ഡേ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? യെസ്, പ്രൊസീഡ്. ജാനുവിന്റെ ഏട്ടനെ കണ്ടുപിടിക്കണം. നടക്കില്ല മോളെ, ഐ എം റിയലി വെരി സോറി. ഓ, അപ്പൊ അത്രേ ഉള്ളൂല്ലേ? എന്റെ പൊന്നാർച്ചെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാം. ഇതൊരു വള്ളിക്കേസാണ്. വള്ളികൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആണ്. അറിയാ, നീ ഒറ്റയ്ക്ക് ഡിറ്റക്റ്റീവ് ആയാൽ മതി. എനിക്കൊരു അസിസ്റ്റന്റിനെ വേണം. ഇല്ല മോളെ, ഞാനില്ല. ഇന്നാരാ ക്ലാസ് എടുക്കാൻ പോന്നെ? ആരാ? മുബഷീനെയാ തോന്നുന്നു. ആർച്ച. ഓക്കെ, ആർച്ച വരൂ. മിസ്സേ, ഞാനല്ല. താനല്ലേ ആർച്ച? അതെ, പക്ഷെ ഇന്ന് ഞാനല്ല ക്ലാസ് എടുക്കണ്ടേ. നിങ്ങളെന്ത് തമാശ കളിക്കണോ? അതോ സമയം കളയാൻ മനഃപൂർവ്വമാണോ? അല്ലെങ്കിൽ 100 പ്രോഗ്രാം നടത്തി ക്ലാസ് എടുക്കാൻ ടൈമില്ല. രാവിലെ ഒരുങ്ങിക്കെട്ടി വന്നോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് എന്തെങ്കിലും ചൂടുണ്ടോ? നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയും. ആർച്ച, ഇവിടെ വാ, തുടങ്ങിക്കോ. ഗുഡ് മോർണിംഗ്. ദിസ് പോയം ഈസ് വെരി ബ്യൂട്ടിഫുൾ.
നീ പ്രതികാരം തീർക്കാൻ പോണില്ലേ? ഇല്ല. ഇനി അഥവാ ഞാൻ സ്വപ്നം കണ്ട പോലെയൊക്കെ നടന്ന ഈ ജന്തുവിനെ ഞാൻ ഏട്ടത്തിന്ന് വിളിക്കേണ്ടതല്ലേ? ഉണ്ണിയാർച്ചേ, കളഞ്ഞിട്ട് വാടാ. ഇവളോട് തല്ലുണ്ടാക്കുന്നതും കുഞ്ഞിപ്പിള്ളേരുടെ തല്ലുണ്ടാക്കുന്നതും ഒരുപോലെ. ഡി എന്താടി തുടങ്ങി. നിങ്ങളെ രണ്ടിനെയും കാണുമ്പോഴാ എനിക്ക് ഇവിടുത്തെ ആൺപിള്ളേരെ പൂവിട്ട് പൂജിക്കാൻ തോന്നുന്നത്. നാളെ വീട്ടിൽ നിന്ന് പാരന്റ്സിനെ വിളിച്ചിട്ട് വന്നാ മതി. എനിക്ക് ആരുമില്ല സാർ. അനാഥയല്ലല്ലോ, തന്റെ ചേട്ടനല്ലേ തന്റെ ഗാർഡിയൻ. ആ അവൻ വന്നാ മതി. രണ്ടും പൊക്കോ. കിട്ടിയാ സസ്പെൻഷൻ? ഇല്ല, നാളെ ഏട്ടനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോട്ടൻ വന്നത് തന്നെ. ഐഡിയ. എന്താ? എന്റെ സ്വപ്നം സത്യമാണെങ്കിൽ നാളെ അവളുടെ വീട്ടിൽ നിന്ന് പാരന്റ്സ് വരില്ല. അതെന്താ? എന്റെ സ്വപ്നത്തിൽ അവൾക്ക് അച്ഛനമ്മയില്ല എന്നെ പോലെ. സോ അവളുടെ ഏട്ടനാവും വരിക. ഒന്ന് പോടി. നീ എന്താണ് സാറാ ഇങ്ങനെ ഒരു സ്നേഹമല്ലാണ്ട്? ശരി, അവളുടെ ഏട്ടൻ നാളെ വരും. പോരെ, ഞാൻ എന്റെ നോട്ട് അപർണേന്റെ വിളിച്ചിട്ട് വരാം. ഇത് സാറയുടെ ഫോണല്ലേ? ചക്കുടുവാവയോ? അതെന്റെ ഫോണാത്താ. എന്റെ അമ്മ, എനിക്കൊന്നും വേണ്ട നിന്റെ ഫോൺ. ആരാടി ഈ ചക്കുടുവാവ? അത് വീടിന്റെ അടുത്തുള്ള കൊച്ചാ. 2 വയസ്സേ ഉള്ളൂ. 2 വയസ്സുള്ള കൊച്ചിന് ഫോണോ? അവന്റെ അമ്മയാ ബിസ്ക്കറ്റ് മേടിക്കാൻ പറയാനായിരിക്കും. ഇല്ല മോളെ, ഇല്ല. അങ്ങയുടെ വായിൽ തെറി കേൾക്കാൻ ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല. എന്തു ഏട്ടാ, ഈ ഒരു തവണ കൂടെ വന്നാ മതി പ്ലീസ്. ഇത് തന്നെയല്ലേ കഴിഞ്ഞ 13 തവണ നീ പറഞ്ഞേ. എന്നിട്ട് ഏട്ടൻ ഒരു വട്ടല്ലേ വന്നുള്ളൂ. അത് തന്നെ മതിയല്ലോ. ആ കോളേജ് ഗേറ്റ് ഒന്ന് കടക്കാൻ സമ്മതിക്കാതെ അങ്ങേര് അവിടെ നിന്ന് എന്നെ ചീത്ത വിളിച്ചു. ഇപ്രാവശ്യം അകത്തിരുന്ന് സംസാരിക്കേട്ടാ. പെണ്ണെ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ വരില്ല. എനിക്ക് 2 പെയിന്റിംഗ് തീർക്കാനുണ്ട്. പിന്നെ ഒരു പെയിന്റിംഗ് ആകെ 4 കളറും ഉണ്ട്. അതെടുത്ത് തോന്നിയ പോലെ വാരി പൊത്തിയിട്ട് പേരും മോഡേൺ ആർട്ട്. എന്താണ് എന്റെ ആർട്ടിനൊരു കുഴപ്പം? നീ ഇട്ടിരിക്കുന്ന ടോപ്പ് വരെ പെയിന്റിങ്സ് കൊടുത്ത് കിട്ടിയാ. ഓഹോ, കണക്കും പറയാൻ തുടങ്ങിയല്ലേ? ആ, ആണെങ്കിൽ എന്നാ ഈ 2 ടോപ്പ് എടുക്കുന്നിടത്ത് ഞാൻ 4 ടോപ്പ് എടുക്കണം. നീ ആടാണോ? ഞാൻ വരില്ലടി. ഞാൻ നാളെ കോളേജിൽ വരത്തില്ല. നീ വരണ്ട. നന്നായി. ഇനി എന്ത് ചെയ്യും? ഐഡിയ. അനുചേച്ചി വരുവോ നാളെ? അയ്യോ ഇല്ല. ഓ, ഞാൻ അവളായിട്ട് അടി ഉണ്ടാക്കിയത് തന്നെ അനുചേച്ചിക്ക് വേണ്ടിട്ടാ. എനിക്ക് വേണ്ടിട്ടോ? ഇന്നാളെ അനുചേച്ചി ഒരു സ്റ്റോറി ഇട്ടില്ലേ, ആ പച്ചട്ടോപ്പ്? അത് സാറയ്ക്ക് നല്ല ഇഷ്ടായി. അപ്പൊ ആ ഫുൾ ഡിസൈൻ കാണാൻ പറ്റുന്ന ഒരു ഫുൾ പിക്ക് സാറയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോ ആ ജനനി പറയാ, ഇതാണോ നിന്റെ ചേച്ചി, ഒരു തള്ള വൈബ്? ഞാൻ അവളെ വെറുതെ വിടണോ? അനുചേച്ചി പറ. നോ, എന്നെ തള്ള വൈബ് പറഞ്ഞവളുടെ ചുണ്ടടിച്ച് പൊട്ടിക്കണം. അതേ ഞാനും ചെയ്തുള്ളൂ. ചേച്ചിക്ക് വേണ്ടി ഇത്രയും ചെയ്തിട്ടും അനുചേച്ചിക്കൊന്നും എനിക്ക് വേണ്ടി കോളേജിൽ വരാൻ പറ്റില്ല അല്ലേ? ഞാൻ വരാം മോളെ, ഞാൻ വരാം. ഇത് നീ എങ്ങനെ ഒപ്പിച്ചെടുത്ത്? തള്ളി മടച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് നീ വാ തുറക്കരുത്. എവിടെയാ ഐശ്വര്യ റായ്? ഇപ്പൊ വരും. ആ വരുന്നവളാ. കൂടെയുള്ള കുരുട്ടടക്ക ഏതാ? അവളുടെ ലവറാണോ? നോ, അല്ല, അവര് ഫ്രണ്ട്സാ. ഒന്നവിടെ നിന്നേ. എന്താ? നീ എന്നെ ശരിക്കൊന്ന് നോക്കിക്കേ. എന്തിന്? ശരിക്കും നോക്കിട്ട് പറയടി, എനിക്ക് തള്ളവൈബാണോന്ന്. ഇത് ഏതാ ഈ പെണ്ണുമ്പുള്ള? എനിക്കറിയില്ല. ഞാനായിരുന്നടി എന്റെ കോളേജിലെ മിസ് ഇന്ത്യ. കോളേജിലെ മിസ് ഇന്ത്യ ഉണ്ടാതിരി പിശാശേ. അതിന് ഞാനെന്ത് വേണം? എന്നെ അവിടെ ഇനി തള്ളാന്ന് പറഞ്ഞേ. ഞാനോ? വട്ടാണോ നിങ്ങൾക്ക്? പെണ്ണെ വേണ്ട, നീ ഇനി മേല എന്റെ അനിയത്തിയുടെ മെക്കിട്ട് കയറിയുണ്ടല്ലോ. ഓ, ഇവളുടെ ചേച്ചിയാണോ?
ചുമ്മാതല്ല ഒരു പിരി ലൂസ്. ഡി ഇടപെടടി പോയി. ജാനു ഒന്ന് നിർത്ത്. ഈ തള്ളക്ക് പ്രാന്താണോ? സ്റ്റോപ്പ് ഇറ്റ്. ഹലോ, ഞാൻ ആർച്ചയുടെ പ്രിൻസിപ്പളാണ്. ഞങ്ങളുടെ ചേച്ചി അങ്ങോട്ട് വന്നിട്ടുണ്ട് സാർ. ഓ, ആ ചേച്ചി ഇവിടെ എത്തി. എല്ലാം സോൾവ് ആയില്ലേ? മുൻപുണ്ടായിരുന്ന പ്രശ്നം സോൾവ് ആയി. ഇനി ഇന്ന് തന്റെ 2 പെങ്ങന്മാരും കൂടെ ഉണ്ടാക്കിയ പ്രോബ്ലം തീർക്കാൻ താൻ വരണം. മോളെ അച്ചു, ഏട്ടൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഞാനിനി കോളേജിൽ പോണ്ടാന്നായിരിക്കും. അല്ല. അവളോട് ഇനി വഴക്കുണ്ടാക്കരുതെന്നായിരിക്കും. അല്ല. പിന്നെ മോളിനി അനുചേച്ചിയെ കൂട്ടി കോളേജിൽ പോകരുത്. ഡി സാറാ. എസ് ബോസ്. ഇന്നലെ അവളുടെ വീട്ടിൽ നിന്ന് ആരും വരാത്തത് നീ ശ്രദ്ധിച്ചോ? അത് അവർക്ക് വേറെ വല്ല തിരക്കുള്ളതുണ്ടാവും. അല്ല മോളെ, സംതിങ് മത്തി. എന്താ മത്തി ഫിഷ് അല്ലേ? ഓന്റെ മോളെ, നിന്റെ കൂടെ നടക്കുന്ന എനിക്കൊരു അവാർഡ് തരണം. നീ ഞാൻ എങ്ങനെ എന്റെ ജതിനേട്ടനെ കണ്ടുപിടിക്കും? ഇവനെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇനി ഇവനെന്നെ വളയ്ക്കാൻ നോക്കുവാണോ? അവന്റെ നോട്ടത്തിലൊരു ചെരിവുള്ള പോലെ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? സംതിങ് മത്തി. ചക്കുടുവാവേ. എന്താടാ ഏട്ടാ ഇടവാവേ? തെണ്ടി, രണ്ടും കൂടെ ഡ്രാമ കളിക്കായിരുന്നല്ലേ? നിക്കണ പട്ടി അവിടെ. ഇല്ല, എനിക്ക് പോണം. നാളെ ഒരു ഭരണുണ്ട്. അത് നിന്റെ ഭരണമാണോ പട്ടി? നിനക്കെന്നെ തൊടാൻ കിട്ടിയിട്ട് വേണ്ടേ? ഞാൻ ജാനുവിനോട് പറയും. ഇപ്പൊ തന്നെ പോയി പറയാം. അച്ഛനോ, ജാനുവിന്റെ ബ്രദറിനെ കണ്ടുപിടിച്ചേരാം. പ്ലീസ് ജാനുവിനോട് പറയരുത്. ശരിക്കും ജതിനേട്ടനെ കണ്ടുപിടിച്ചു തരുമോ എന്ന് ചോദിച്ചാ ഉള്ള ആളെയല്ലേ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ ഇല്ലേ? തമ്പുരാൻ അറിയാം. ഇല്ല, ഉണ്ട്, എനിക്ക് ഉറപ്പാ. ഇവനെന്താ ആർച്ചയുടെ കൂടെ? ഇങ്ങോട്ട് വരല്ലേ? എന്താ? ജീവൻ വേണേ മുങ്ങിക്കോ. എന്ത്? പോടി. ആ, വാ മോളെ വാ. എന്താടി പ്രശ്നം? ഒന്നുമില്ല ഏട്ടാ വാവേ. നോക്കണ്ട, പൊക്കി. അത് ഒരു കയ്യബദ്ധം. എന്തായാലും എനിക്ക് സന്തോഷായി. എനിക്കൊരു ജീവിതം കിട്ടിയോണ്ടാണോ? അയ്യ, അതൊന്നല്ല. ഇത് സത്യമായ സ്ഥിതിക്ക് ബാക്കിയെല്ലാം സത്യവും. അവൾക്ക് അങ്ങനെ ഒരു ഏട്ടൻ ഇല്ലെങ്കിലോ? ഇല്ലെങ്കി ആ സങ്കടം തീർക്കാൻ നിന്നെ ഞാൻ ജാനുവിന് ഒറ്റ കൊടുക്കും. അടിപൊളി. ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് എന്തോ കഴിവുണ്ട്. ഉണ്ടംപൊരി. ഏട്ടൻ അസൂയ. നോക്കിക്കോ, ഞാൻ ജതിനേട്ടനെ കണ്ടുപിടിക്കും. പിടിക്കും. എന്റെ അനുചേച്ചി ഇവക്ക് പ്രാന്താണ്. നമുക്ക് നോക്കാം. ഡി പൊട്ടി, ഇതൊക്കെ സത്യമാകുവാണെ ഞാൻ മാഫി ആവണ്ടേ? ഇനി ഏട്ടൻ ഞങ്ങളെ മറച്ചു വെച്ചതാണെങ്കിലോ? പെണ്ണെ നിർത്തിക്കോ. ഈശ്വര, അപ്പൊ മനുവേട്ടൻ? ചേച്ചിക്ക് പ്രാന്താണ് ഇവളുടെ വാക്ക് കേൾക്കാൻ. അവളുടെ ഒരു സ്വപ്നം. ആ ബെല്ലടിച്ചത് കാരണം ഇല്ലേ ഞങ്ങളുടെ കല്യാണവും കഴിഞ്ഞ് പിള്ളേരെ കാവന്ത് കാണായിരുന്നു. ഇവളെ ഞാൻ ഇന്ന്. ഇതെന്താടി നിന്റെ
ബെഡ്ഷീറ്റിൽ നിന്ന് വെള്ളം ചാടുന്നേ. അത് അത് ഞാൻ മഴ പെയ്യിക്കാൻ പറ്റുമോ നോക്കിയതാ. ചേടാ, ഈ അച്ഛന് എന്തോരം കഴിവുകളാ. മഴ ശരിക്കും പെയ്തു തോന്നുന്നേ. കണ്ടില്ലേ ബെഡ്ഷീറ്റിൽ നിന്ന് വെള്ളം ചാടുന്നേ. എന്റെ പൊന്നോ ചേച്ചി, ചേച്ചി ഇത്ര പൊട്ടിയാണോ? ആ കുറിപ്പ് ഇന്നും കിടക്കയിലും മുള്ളി. ഇവളിത് ഇതുവരെ നിർത്തിയില്ലേ? ഇപ്പൊ വല്ലപ്പോഴേ ഉള്ളൂ. അച്ഛവിടെ? അവളെ നീട്ടിട്ടേ ഉള്ളൂ. ബൈ ദ വേ, ചെലവ് എവിടെ മോളെ? അറിഞ്ഞല്ലേ? പിന്നെ ഇന്നലെ അതും പറഞ്ഞ് ഇവിടെ തുള്ളി ചാടുമായിരുന്നു. എന്തോ വലിയ സിദ്ധി കിട്ടിയെന്ന് അവളുടെ വിചാരം. ഇനി ശരിയായിരിക്കോ? ആ അതെ അതെ, ആ സിദ്ധിയും വെച്ച് കുറച്ചു നേരത്തെ മഴ പെയ്ച്ചിട്ടേ ഉള്ളൂ. നീ ഒരു 5 മിനിറ്റ് മുന്നേ വന്നിരുന്നെങ്കിൽ ലൈവായിട്ട് കാണായിരുന്നു. ശരിക്കും? നീ വന്നായിരുന്നോ? വാ പോവാ. ഹാ, അപ്പൊ ശരി, ഞങ്ങൾ പോട്ടെ. ഇപ്പോഴാണോ രണ്ടും ആടി തൂങ്ങി വരുന്നേ? പോ. ഈ തള്ളേനെ അങ്ങ് ശപിച്ചാലോ? രാവിലെ മഴ പെയ്ച്ച പോലാണോ? നീ എങ്ങനെ? അനുചേച്ചി പറഞ്ഞു. ചേറ്റ. ഓ, രണ്ടും കാലത്ത് എഴുന്നള്ളിട്ടുണ്ടല്ലോ. നീ റോഷനോട് പറഞ്ഞില്ലേ അവളോട് ഏട്ടനുണ്ടോന്ന് ചോദിക്കാൻ? പറഞ്ഞിട്ടുണ്ട്. വൈകിട്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ അവളറിയും. ഇവൾക്ക് മുടി ബോബ് ചെയ്തൂടെ? അതെന്തിനാ? അപ്പന്റെ സ്വപ്നത്തിലെ ജതിരേട്ടനെ പോലെ ഉണ്ടാവും. കുറച്ച് നയനസുഖെങ്കിലും കിട്ടുമല്ലോ. നിന്റെ ബുദ്ധി വിമാനാണല്ലോ. എന്തായി? അവൾക്ക് ഏട്ടനും ചേച്ചിയും ഒന്നുമില്ല. അനിയനെങ്കിലും? ആർച്ചേ? അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? നിനക്ക് ജനിച്ച ആരെങ്കിലും സ്വപ്നം കണ്ടാ പോരായിരുന്നു? പോടാ പട്ടി. ഡീ, അതൊരു സ്വപ്നല്ലേ, പോട്ടെ. പറ്റൂല, എനിക്ക് ജതിരേട്ടനെ വേണം. അങ്ങനെ ഒരാളില്ലല്ലോ. ഞാൻ മോഹിച്ചു പോയി. ഇതാ ഒരു ബാലാമണിയോ? എനിക്ക് ജതിരേട്ടനെ തന്നെ വേണം. എന്ന് പറഞ്ഞാ ഇത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന വല്ല സാധനമാണോ? എനിക്കതൊന്നും അറിയണ്ട. ഷെടാ ഡീ, അതെ, നമുക്ക് നീ രാവിലെ പറഞ്ഞ പോലെ ജാനുവിനെ ബോബ് ചെയ്യിക്കാം. എന്നിട്ട് നിനക്ക് അവളെ പ്രേമിച്ചൂടെ? ഓടിക്കോടാ. പോയേ ലഡ്കാ പോയേ, പോടേ പോകട്ടെ. ചിരിക്കണ്ട. ഞാൻ എന്റെ ജതിരേട്ടനെ കണ്ടെത്തിയിട്ട് ഇനി ചിക്കൻ ബിരിയാണി കഴിക്കും. സത്യം സത്യം സത്യം. അപ്പുവാങ്ങളെ, ഈ ആർച്ചയുടെ യുദ്ധം കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്താടാ അത്? അവൾക്ക് ഭ്രാന്തായി ചേച്ചി. ഏയ്, അത് ഓൾറെഡി ഉള്ളതല്ലേ. ഇത് വേറെന്തോ ആണ്.